പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഓരോ ദിവസവും പുറത്തുവരുന്ന പ്രസ്താവനകളും ഭീഷണികളും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പുകളും അതിനോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണവും വന്നു ചേരുന്നത്. ഇറാനുമായുള്ള ഒരു കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾ കേവലം വാചകമടി മാത്രമായി ഒതുങ്ങരുത് എന്ന കർശനമായ നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുന്നത്. ട്രംപിന്റെ സഖ്യകക്ഷിയായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തരിൽ ഒരാൾ തന്നെ ട്രംപിന് നേരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതോടെ പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങൾ പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രയേൽ പാർലമെന്റിലെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി ചെയർമാനായ സ്വിക്ക ഫോഗൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നടത്തിയ പ്രതികരണം അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ്, നിങ്ങൾക്ക് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ വെടിവെക്കുക, വെറുതെ ശബ്ദമുണ്ടാക്കരുത് എന്നായിരുന്നു ഫോഗലിന്റെ വാക്കുകൾ. പ്രശസ്തമായ വെസ്റ്റേൺ സിനിമകളിലെ ഡയലോഗുകളെ അനുസ്മരിപ്പിക്കുന്ന ഈ പ്രസ്താവനയിലൂടെ ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന അമർഷമാണ് ഇസ്രയേൽ പ്രകടിപ്പിക്കുന്നത്. ദശകങ്ങളായി ഇറാന്റെ ആണവ പദ്ധതികളെയും പ്രാദേശിക സ്വാധീനത്തെയും ഭീഷണിയായി കാണുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് കേവലം വാഗ്ദാനങ്ങളോ ഭീഷണികളോ അല്ല, മറിച്ച് കൃത്യമായ സൈനിക നടപടികളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇറാനെ അടിച്ചമർത്താൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കരുത് എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഇറാൻ നയം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. തനിക്ക് ഒരു ദിവസം കൊണ്ട് ഇറാനെ തകർക്കാൻ സാധിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ മുഴുവൻ ഊർജ്ജ സ്രോതസ്സുകളും വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരു കരാറിന് തയ്യാറായില്ലെങ്കിൽ ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കുമെന്ന തരത്തിലുള്ള കടുത്ത ഭാഷയാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജ് ഡേ ആൻഡ് പവർ പ്ലാന്റ് ഡേ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ ആക്രമണ പദ്ധതി ഒരു രാജ്യത്തിന്റെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാനെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. തന്റെ ഭരണകാലത്ത് ഇറാനെതിരെ ഏർപ്പെടുത്തിയ മാക്സിമം പ്രഷർ നയം വീണ്ടും ശക്തമാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കുമെന്ന ഭീഷണി ലോക സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ ഇറാന്റെ സ്രോതസ്സുകൾക്ക് തടസ്സം നേരിട്ടാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. വെറുമൊരു പ്രാദേശിക യുദ്ധം എന്നതിനേക്കാൾ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയായി ഇത് മാറാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകരുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കും. ആശുപത്രികൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം വൈദ്യുതിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഇത്തരം ആക്രമണങ്ങൾ ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് വഴിമാറുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ട്രംപിന്റെയും ഇസ്രയേലിന്റെയും സുരക്ഷാ മുൻഗണനകളിൽ ഇത്തരം മാനുഷിക പരിഗണനയേക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ തന്ത്രപരമായ നേട്ടങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു അസ്തിത്വ ഭീഷണിയാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നൽകുന്ന പിന്തുണയിലൂടെ ഇറാൻ തങ്ങളെ വളയുകയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു അയവ് പോലും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ട്രംപ് മുൻപ് നൽകിയ പല ഭീഷണികളും പ്രവൃത്തിപഥത്തിൽ വരാത്തതാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കുന്നത്. ശബ്ദമുണ്ടാക്കുന്ന താറാവ് അഥവാ ക്വാക്കിംഗ് എന്ന ഉപമയിലൂടെ ഫോഗൻ ലക്ഷ്യമിടുന്നത് ട്രംപിന്റെ സ്വഭാവത്തെയാണ്. അധികം സംസാരിക്കുകയും കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി മാറണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലിനുള്ള സ്വാധീനം വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അമേരിക്കയുടെ വിദേശ നയ രൂപീകരണത്തിനും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഒരു കരാറിന് തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുള്ള എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ പരമോന്നത നേതൃത്വവും ഇറാൻ സർക്കാരും അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന നിലപാടിലാണ്. ഉപരോധങ്ങൾ കൊണ്ട് തളർത്താൻ നോക്കിയ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ പോരാടാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് പകരം ഭീഷണികൾ മുൻതൂക്കം നേടുമ്പോൾ സമാധാനത്തിനുള്ള വാതിലുകൾ ഓരോന്നായി അടയുകയാണ്. ട്രംപിന്റെ ബ്ലോയിങ് അപ്പ് ദ ഹോൾ കൺട്രി എന്ന പ്രസ്താവന ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ ഉപകരിക്കൂ. ഇത് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കും.
പശ്ചിമേഷ്യയിൽ ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുന്നതിലേക്ക് ഇത്തരം യുദ്ധപ്രേരണകൾ നയിച്ചേക്കാം. വാക്കുകൾ ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളും അതിനോടുള്ള ഇസ്രയേലിന്റെ പ്രകോപനപരമായ പ്രതികരണവും സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകും എന്ന് തന്നെയാണ്. വെറും വാക്കുകൾ കൊണ്ട് ഇറാനെ പേടിപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇസ്രയേൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അമേരിക്കയെ നേരിട്ടുള്ള സൈനിക നടപടിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു വൻ ശക്തിയായ അമേരിക്ക ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. ഭീഷണികൾക്കും വാചകമടികൾക്കും അപ്പുറം വിവേകപൂർണമായ നയതന്ത്ര ഇടപെടലുകളാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തോക്കുകൾ സംസാരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന യാഥാർത്ഥ്യം ലോകത്തെ ഭയപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിലെ ഈ കളിയിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് മാനവികതയും ലോക സമാധാനവുമായിരിക്കും എന്നത് നിസ്സംശയം നമുക്ക് പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.